Hi, my dears. Have a nice day. I'm Sangeeta. Today we are going to study about ordinary differential equation, second semester MSc Mathematics. This is chapter 5, section 26. Firstly, we have to look through a review of our series. ഇതിൽ കുറച്ച് ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് ഡീൽ ചെയ്യുന്നത്. First of all, what do you mean by an elementary function? That's a real function built from basic building blocks, constant functions, exponential functions, logarithmic functions, trigonometric functions, inverse trigonometric functions, etc. Okay, ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഫംഗ്ഷൻസിനെയാണ് elementary functions എന്ന് വിളിക്കുക. It consists of mainly three types. So that is algebraic functions, elementary transcendental functions, and all others. ഇത് രണ്ട് യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് സം ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്ത് ഫംഗ്ഷൻ ആക്കിയിട്ടൊക്കെ ഈ രണ്ട് ടൈപ്പുള്ള ഫംഗ്ഷൻസ് ഒക്കെ ഈ രീതിയിൽ ആക്ട് ചെയ്തിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷൻസും എന്ത് ഫംഗ്ഷൻസ് തന്നെയാണ് എലിമെന്ററി ഫംഗ്ഷൻ തന്നെയാണ്. So algebraic function എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പോളിനോമിയൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആയിട്ട് വരുന്നതെല്ലാം algebraic equation ആണ്. So polynomial, rational function, or more generally any function satisfies an equation of the form Pnx y raised to n plus Pn minus 1 x into y raised to n minus 1 plus etc. plus P1x into y plus P0 x is equal to 0. ഇതാണ് algebraic function. ഈ elementary transcendental function ആണെങ്കിൽ ഇത് trigonometric functions, inverse trigonometric functions, exponential functions, logarithmic functions, etc. These are elementary transcendental functions. ഈ തേർഡ് വൺ നമ്മൾ പറഞ്ഞു ഇപ്പൊ പറഞ്ഞ രണ്ട് കാര്യങ്ങളും സബ്ട്രാക്ട് ചെയ്യോ ആഡ് ചെയ്യോ മൾട്ടിപ്ലൈ ചെയ്യോ ചെയ്തിട്ട് ഫോം ചെയ്യുന്ന ന്യൂ ഫംഗ്ഷൻസിനെയും നമ്മൾ എന്ത് തന്നെ വിളിക്കും? എലിമെന്ററി ഫംഗ്ഷൻസ് തന്നെ വിളിക്കും. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. ദാറ്റ് ഈസ് y is equal to tan of x e power 1 by x plus tan inverse 1 plus x square divided by sin x into cos 2x minus square root of log x whole raised to 1 by 3. That's an example of an elementary function. How? അതായത് ഇതിൽ tan ഉണ്ട്, that is trigonometric function. x into e power 1 by x, അത് രണ്ട് ഫംഗ്ഷന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. എന്നിട്ട് e power 1 by x എക്സ്പൊണൻഷ്യൽ വന്നു, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് വന്നു, ട്രിഗണോമെട്രിക് വന്നു, ഇനി സ്ക്വയർ റൂട്ട് ഓഫ് ലോഗ് എക്സ്, അതായത് ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ വന്നു, ലോഗറിതമിക് ഫംഗ്ഷൻ വന്നു. ഇതൊക്കെ ഇൻവോൾവ് ചെയ്തിട്ട് പറയുന്നത് ഇനി റേസ് ടു 1/3 എന്നുള്ള ഫംഗ്ഷനും കൂടി വന്നു. ഇതൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഈ ഫംഗ്ഷനെയും എന്ത് വിളിക്കും? എലിമെന്ററി ഫംഗ്ഷൻ ആയിട്ട് വിളിക്കും. നെക്സ്റ്റ് നമ്മൾ ഡീൽ ചെയ്യുന്നത് what do you mean by an higher transcendental function? ഇതൊന്നും അല്ലാത്ത ടൈപ്പ് ഫംഗ്ഷൻസ് ഉണ്ട്. ആ ഫംഗ്ഷൻസിനെയാണ് നമ്മൾ സ്പെഷ്യൽ ഫംഗ്ഷൻ എന്ന് വിളിക്കുക. നമ്മൾ കേട്ടിട്ടുണ്ടാവുന്നത് ഗാമ ഫംഗ്ഷൻ, റീമാൻ സീറ്റ ഫംഗ്ഷൻ, എലിപ്റ്റിക് ഫംഗ്ഷൻ, ഇതൊക്കെ എന്തായിട്ടാണ് വിളിക്കുന്നത്? സ്പെഷ്യൽ ഫംഗ്ഷൻ ആയിട്ടാണ് വിളിക്കുന്നത്. ഓക്കെ, ഈ സ്പെഷ്യൽ ഫംഗ്ഷൻസിന് എവിടെയൊക്കെയാണ് അപ്ലിക്കേഷൻസ് ഉള്ളത്? മാത്തമാറ്റിക്കൽ ഫിസിക്സിലും ബാക്കിയുള്ള ഒരുപാട് ഏരിയയിലുള്ള നമ്മൾ ഈ സ്പെഷ്യൽ ഫംഗ്ഷൻസ് നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എങ്ങനെയാണ് ഇതിനെ സോൾവ് ചെയ്യുന്ന രീതി എന്നുള്ളതാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ. Okay, let us try to understand in general way how these functions arise. Okay, ഇത് കൺസിഡർ ചെയ്യുക. y ഡബിൾ ഡാഷ് പ്ലസ് y is equal to 0 എന്നുള്ള ഇക്വേഷൻ എടുക്കുക. ഇതെങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്തുകൊണ്ടിരുന്നത്? സോൾവ് ചെയ്യുന്നത് നോർമലി നമ്മൾക്ക് ഈ ഫംഗ്ഷൻസ് ഇതിന്റെ സൊല്യൂഷൻ ആയിട്ട് വരും. അപ്പോൾ ഏത് രീതിയിലും നമ്മൾക്ക് പറയാം, നമ്മൾ ചെയ്യുന്ന മെത്തേഡ് പണ്ട് പഠിച്ചതാണിത്. എം സ്ക്വയർ പ്ലസ് 1 is equal to 0, എം is equal to പ്ലസ് ഓർ മൈനസ് ഐ എ, y is equal to എന്ത് വരും? c1 into cos x plus c2 into sin x. ഇവിടുന്ന് തന്നെ നമ്മൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? y equal to cos x ഉം y equal to sin x ഉം ഇതിന്റെ സൊല്യൂഷൻ ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെയും sin x ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. സോ ഇത് അതിന്റെ സൊല്യൂഷൻ ആയിട്ട് വരും. നെക്സ്റ്റ് ലുക്ക് ത്രൂ ദിസ് ഇക്വേഷൻ. ഓക്കെ,
എന്താണ് ബാക്കിയുള്ള തന്നെ ഉള്ള ഫങ്ഷൻസിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. അത് ഈ കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ് ഒക്കെ ആയിരുന്നു. നമ്മുടെ എക്സിന് പകരം, ഇവിടെയുള്ള എക്സിന് പകരം കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ് ആണെങ്കിൽ നമ്മൾക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ കോഷി ഇക്വേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് സോൾവ് ചെയ്യാന്നുള്ളത്. പക്ഷെ ഇവിടെ നോക്കിയേ, ഇവിടെ കോഎഫിഷ്യൻസ് ഇത് കോഷി ഇക്വേഷനും അല്ല, കോഎഫിഷ്യൻസ് നോൺ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഫങ്ഷൻസും ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ടൈപ്പ് ഇക്വേഷൻസ് ഏത് രീതിയിൽ സോൾവ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുന്നതിന് മുന്നേ നമ്മൾക്ക് കുറച്ച് ഡെഫിനേഷൻസും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. സോ ഫസ്റ്റ് ഡെഫിനേഷൻ ഇസ് വാട്ട് യു മീൻ ബൈ എ പവർ സീരീസ് ഇൻ X. Okay, power series in X is defined as that is an infinite series of the form summation n equal to 0 to infinity an x raised to n, which is equal to a naught plus a1x plus a2x square plus etc. Next is power series in x minus x naught, that is summation n equal to 0 to infinity an into x minus x naught whole raised to n, which is equal to a naught plus a1 into x minus x naught plus a2 into x minus x naught whole square plus etc. Okay, ഇനി ഇതില് xന്റെ സ്ഥാനത്ത് x minus x naught കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. Then what can you say about the convergence of the power series? Okay, consider the power series summation n equal to 0 to infinity an x raised to n, that is converge at a point x if എന്താ സംഭവിക്കേണ്ട ലിമിറ്റ് m tends to infinity n equal to 0 to m an x raised to n exists. If this limit exists, then we say that this series, power series, converge at a point x. അപ്പോൾ അതിന്റെ സം എന്തായിരിക്കും? ഈ ലിമിറ്റിന്റെ വാല്യൂ ആയിരിക്കും ഇതിന്റെ സം. അപ്പോൾ സം ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ആ വാല്യൂ എഴുതാൻ പറ്റും. ഓക്കെ, ഇതാണ് കൺവേർജൻസ് ഓഫ് പവർ സീരീസിനെ പറ്റി ഡിഫൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു നോട്ടാണ്, summation n equal to 0 to infinity an x raised to n always converges at x equal to 0. എങ്ങനെയാണ് അത്? നെക്സ്റ്റ്, that is with respect to the arrangement of the points of convergence, all the power series in X fall into one or more or three major categories. ഏതൊക്കെയാണ് ആ മേജർ കാറ്റഗറി? അതായത് ഇതിന് കൺവേർജൻസിന്റെ ബേസിൽ പവർ സീരീസിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മെയിൻ ആയിട്ട് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എക്സാമ്പിൾ n equal to 0 to infinity n factorial into x raised to n, which is equal to 1 plus x plus 2 factorial into x square plus 3 factorial into x cube plus etc. Second one ആണെങ്കിൽ summation n equal to 0 to infinity x raised to n divided by n factorial, which is equal to 1 plus x square by 2 factorial plus etc. Any next, that is summation n equal to 0 to infinity x raised to n, which is equal to 1 plus x square plus x cube plus etc. ഇതാണ് മൂന്ന് ടൈപ്പ് സീരീസ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് സീരീസ് ഒന്ന് ചെക്ക് ചെയ്യുക, ഇതിന്റെ കൺവേർജൻസ് എങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കാം. സോ ഫസ്റ്റ് സിഗ്മ n equal to 0 to infinity n factorial x raised to n. ഇത് നമ്മൾ കൺവേർജൻസിന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ റേഷ്യോ ടെസ്റ്റ് വെച്ചിട്ട് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ an എന്തായിട്ട് ചൂസ് ചെയ്യാം? n factorial into x raised to n ആണ്. റേഷ്യോ ടെസ്റ്റ് പ്രകാരം നമ്മൾക്ക് ഇതിന്റെ റേഷ്യോ എടുക്കണം. മോഡ് an plus 1 divided by an എടുത്തു. That's equal to n plus 1 factorial into x raised to n plus 1 divided by n factorial into x raised to n, which is equal to ഇതും വെട്ടിപ്പോയി ബാക്കിയുള്ളത് എന്ത് മാത്രമായിരിക്കും? മോഡുലസ് ഓഫ് n plus 1 into x ആണ്. അതായത് ഇതിന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് n tends to infinity മോഡ് n plus 1 into mod x ആണ്. ഇവിടെ x 0 ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഇവിടെ x 0 ആണ്, കംപ്ലീറ്റ് ലിമിറ്റ് 0 ആയി മാറും. ഓക്കെ, ഇനി x നോൺ സീറോ ആണെങ്കിൽ n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഇത് കംപ്ലീറ്റ് എവിടത്തേക്ക് പോകും? That goes to infinity. So the value is given by x not equal to, when x not equal to 0, the value is infinity. When x equal to 0, the value is 0. നമ്മൾക്ക് എന്താ അറിയാം? ഈ ലിമിറ്റ് ലെസ് ദാൻ 1 ആവുന്ന സമയത്ത് മാത്രമേ
സീരീസ് കൺവേർജസ് ആവുള്ളൂ. ബാക്കിയുള്ള എല്ലാ സമയത്തും എന്താവുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ദാറ്റ് ഈസ് ഓൾവേസ് ഡൈവേർജസ്. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും x ഈക്വൽ ടു 0യിൽ മാത്രം അതിന്റെ ലിമിറ്റ് എത്രയാണ്? അതിന്റെ ലിമിറ്റ് 0 ആണ്. ഓക്കെ, അതിന്റെ ലിമിറ്റ് 0 ആണ്. So that is diverges for all x not equal to 0. x 0 അല്ലാത്ത എല്ലാ സമയത്തും ഇത് എന്തായി മാറും? This is always equal to, it is always diverges. Consider the second series. Summation n equal to 0 to infinity x raised to n divided by n factorial. an എന്താ? x raised to n by n factorial. അപ്പോൾ modulus of an plus 1 by an എടുക്കുക. That's equal to modulus of x raised to n plus 1 divided by n plus 1 factorial into n factorial by x raised to n, which implies modulus of x by n plus 1, which is equal to എന്ത് സംഭവിക്കും? n ഇൻഫിനിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ ഇതെന്ത് സംഭവിക്കുക? എക്സിന്റെ ഏത് വാല്യൂ ആണെങ്കിലും n ഇൻഫിനിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ 1 by infinity ഫോം അല്ലേ വരിക? ദാറ്റ് ഇസ് ഓൾവേസ് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. റൈറ്റ്? So which is always less than 1 ആണ്. റേഷ്യോ ടെസ്റ്റ് പ്രകാരം എന്ത് വരും? സീരീസ് converges for all x. The series converges for all x. Moving on to the third series, summation n equal to 0 to infinity x raised to 1. That's equal to 1 plus x square plus etc. Here an equal to x raised to 1. Modulus of an plus 1 divided by an equal to modulus of x raised to n plus 1 divided by x raised to n, which is equal to mod x. Limit n tends to infinity modulus of an plus 1 divided by an equal to L, which is less than 1. അങ്ങനെയാണെങ്കിൽ സീരീസ് കൺവേർജസ് ആയിരിക്കും. റൈറ്റ്? കൺവേർജസ് ആയിരിക്കും. ഇവിടെ എന്താണ്? എല്ലിന് പകരം ഇവിടെ എന്താണ്? മോഡ് എക്സ് ആണ്. മോഡ് എക്സ് ലെസ് ദാൻ 1 ആണെങ്കിൽ സീരീസ് കൺവേർജസ്. മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ സീരീസ് ഡൈവേർജസ്. ഓക്കെ, 3 കാര്യങ്ങളാണ് ഈ 3 ടൈപ്സ് ഓഫ് സീരീസ്. അപ്പോൾ ഫസ്റ്റ് സീരീസ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് സീരീസിൽ എന്താണ് വരുന്നത്? ദാറ്റ് ഇസ് കൺവേർജസ് ഫോർ അറ്റ് എക്സ് ഈക്വൽ ടു 0യിൽ മാത്രമാണ് കൺവേർജൻസ്, ഒരു പോയിന്റിലാണ് കൺവേർജൻറ്റ്. സെക്കൻഡ് സീരീസ് എടുക്കുകയാണെങ്കിൽ എല്ലാ പോയിന്റ്സിലും കൺവേർജസ് ആണ്. തേർഡിലാണെങ്കിൽ സ്പെഷ്യൽ കേസാണ്, മോഡ് എക്സ് ലെസ് ദാൻ 1ൽ മാത്രമാണ് കൺവേർജൻറ്റ്. അതായത് ഇതൊരു ജോമെട്രിക് സീരീസ് പോലെയാണ് അല്ലേ? അപ്പോൾ ഇത് മോഡ് എക്സ് ലെസ് ദാൻ 1ൽ ആണെങ്കിൽ ജോമെട്രിക് സീരീസിൽ ആ രീതിയിലാണ് മോഡ് എക്സ് ലെസ് ദാൻ 1ലാണ് കൺവേർജൻ്റ് ആവുന്നുള്ളതാണ്. നെക്സ്റ്റ് ഡെഫിനേഷൻ ഇസ് റേഡിയസ് ഓഫ് കൺവേർജൻസ്. വാട്ട് ഡു യു മീൻ ബൈ റേഡിയസ് ഓഫ് കൺവേർജൻസ്? Radius of convergence of a power series, that's the largest disk in which the series converges either to a non-negative number or to infinity. That is a large disk in which radius of the large disk in which the series converges either to a non-negative number or to infinity. Okay, converge ചെയ്യുന്ന ഏതിലാണോ കൺവേർജ് ചെയ്യുന്നത് ആ കൺവേർജ് ചെയ്യുന്നതിലുള്ള ലാർജസ്റ്റ് ഡിസ്കിന്റെ ഏത് ഏരിയയിലാണോ ഏത് ഡിസ്കിലാണോ കൺവേർജ് ചെയ്യുന്നത് ആ ഡിസ്കിന്റെ ലാർജസ്റ്റ് ഡിസ്കിന്റെ റേഡിയസ് ആണ് റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് കോൾ ചെയ്യുന്നത്. Okay, so the radius of convergence R is capital R is non-negative real number or infinity such that the series converges if mod x less than R, diverges if mod x greater than. Okay, series എപ്പോഴാണ് കൺവേർജന്റ് ആവുക? റേഡിയസ് ഓഫ് വിച്ച് ഇസ് ലെസ് ദാൻ റേഡിയസ് ഓഫ് കൺവേർജൻസിൽ കൺവേർജസ് ആവും. ഗ്രേറ്റർ ദാൻ ആറിലാണെങ്കിൽ ആ വാല്യൂസിലെല്ലാം അത് ഡൈവർജന്റും ആവും. ഓക്കെ, ഇതിൽ 0 ആണെങ്കിൽ when the series converges only for x equal to 0 ആയിരിക്കും. ഓക്കെ, ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? R ഇൻഫിനിറ്റി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് സീരീസ് കൺവേർജസ് ഫോർ ഓൾ എക്സ് ആണ്. ഓക്കെ, കൺവേർജസ് ഫോർ ഓൾ എക്സ് ആയിരിക്കും. R equal to 0 ആണെങ്കിൽ കൺവേർജസ് അറ്റ് x equal to 0 മാത്രം കൺവേർജസ്. R equal to infinity ആണെങ്കിൽ കൺവേർജസ് ഫോർ ഓൾ എക്സ്. റൈറ്റ്? Each power series in X has a radius of convergence capital R
where 0 less than or equal to capital R less than or equal to infinity with the property that the series converges if mod x less than R and diverges if mod x greater than R. അപ്പം ഞാൻ നേരത്തെ ഡിഫൈൻ ചെയ്തത് ഒന്നുകൂടി വായിച്ചത് മാത്രമേ ഉള്ളൂ ഒന്നുകൂടി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് ഇഫ് ആർ ഈക്വൽ ടു 0 then no x satisfies mod x less than R and if r equal to infinity then no x satisfies mod x greater than R. ഇത്ര മാത്രം ഓർത്താൽ മതി. r equal to 0 ആണെങ്കിൽ അവിടെ എന്തില്ല x equal to 0 മാത്രമായിരിക്കും കൺവേർജൻസ്. ഇനി r equal to infinity ആണെങ്കിൽ ആ സീരീസ് എല്ലാ വാല്യൂസിലും കൺവേർജന്റ് ആണ്. ഓക്കെ. Next, how can you find out the radius of convergence of a power series? That is we are going to do. That is consider summation n equal to 0 to infinity. So this is the series of non-zero constants. By ratio test, if limit n tends to infinity, mod un plus 1 by un is equal to L exists, and if this L is strictly less than 1, then the series converges. If L greater than 1, the series diverges. So using these ratio test result, we are going to apply for this power series summation n equal to 0 to infinity a n x raised to n. ഇവിടെ ടോട്ടൽ un എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a n x raised to n. അപ്പോൾ ലിമിറ്റ് n tends to infinity മോഡ് un plus 1 by un ആണ്. അപ്പോൾ മോഡ് a n plus 1 into x raised to n plus 1 divided by a n x raised to n. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് n tends to infinity മോഡ് a n plus 1 by a n into mod x. ഇതെന്തായിട്ട് കോൾ ചെയ്യാം? L ആയിട്ട് കോൾ ചെയ്യാം. നമ്മൾക്ക് എന്തറിയാം? കൺവേർജസ് ഇഫ് L ലെസ് ദാൻ 1, ഡൈവേർജസ് ഇഫ് L ഗ്രേറ്റർ ദാൻ 1. ഇത് എപ്പോഴാണ് സംഭവിക്കുക? കൺവേർജസ് ഇഫ് മോഡ് x ഇത് നേരെ തിരിച്ചു ഇങ്ങോട്ടേക്ക് അല്ലെ. L ലെസ് ദാൻ 1 ആണെങ്കിൽ കൺവേർജന്റ് ആണ്. അതായത് ഈ വാല്യൂ ടോട്ടൽ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ കൺവേർജന്റ് ആണ്. റൈറ്റ്. ദിസ് ടോട്ടൽ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ കൺവേർജന്റ്. അതായത് മോഡ് എക്സ് ലെസ് ദാൻ ഈ ലിമിറ്റ് ഈ സൈഡിലേക്ക് എടുക്കുവാണ്. ലെസ് ദാൻ ലിമിറ്റ് n tends to infinity 1 by എടുക്കും. അപ്പോൾ a n plus 1 by a n എന്നുള്ളത് മാറി a n by a n plus 1 ആയി. അതായത് കൺവേർജസ് ഈഫ് മോഡ് എക്സ് ലെസ് ദാൻ ലിമിറ്റ് n tends to infinity മോഡ് a n by a n plus 1, diverges if mod x greater than n tends to infinity mod a n by a n plus 1. ഓക്കെ. എന്താണ് ആറിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസിന്റെ ഡെഫിനിഷൻ പറയുന്നത്? മോഡ് എക്സ് ലെസ് ദാൻ ആർ ആണെങ്കിൽ ഏതാണ് എന്താണ് ആർ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്? ദർ ഇസ് എ നമ്പർ ആർ സച്ച് ദാറ്റ് നോൺ നെഗറ്റീവ് റിയൽ നമ്പർ ആർ സച്ച് ദാറ്റ് എന്താ ആർ ഓർ ഇൻഫിനിറ്റി സച്ച് ദാറ്റ് the series converges for all mod x less than r and diverges for all mod x greater than r. Okay. ഈ ആറിന്റെ സ്ഥാനത്ത് ഇവിടെ എന്താ ഉള്ളത്? ലിമിറ്റ് n tends to infinity മോഡ് a n by a n plus 1 ആണ് ഉള്ളത്. ഓക്കെ. അപ്പൊ നമ്മുടെ സീരീസ് എന്താണ് കിട്ടിയിട്ടുള്ളത്? ആറിന്റെ സ്ഥാനത്തുള്ളത് ലിമിറ്റ് ആണ്. ഓക്കെ. അപ്പൊ കൺവേർജസ് ഇഫ് മോഡ് എക്സ് ലെസ് ദാൻ ആറും ഡൈവേർജസ് ഇഫ് മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ആർ ആയിട്ടും വരുന്ന ആ റിയൽ നമ്പർ ആറിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് കൺവേർജൻസ് ആയിട്ട് വിളിക്കുക. ആറിന്റെ സ്ഥാനത്തുള്ളത് ലിമിറ്റ് n tends to infinity മോഡ് a n by a n plus 1. So we are going to define r, that is radius of convergence r is equal to limit n tends to infinity mod a n by a n plus 1. Okay. And also notice that mod x less than r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൈനസ് ആർ ലെസ് ദാൻ ആർ മൈനസ് ആർ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ആർ ആണ്. അതായത് ഇതിന്റെ ഇന്റർവെൽ എന്താണ്? ആക്ച്വലി ഇന്റർവെൽ വരുന്നത് ഓപ്പൺ ഇന്റർവെൽ മൈനസ് ആർ ആറില് ഇത് കംപ്ലീറ്റ്ലി കൺവേർജന്റ് ആയിരിക്കും. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഔട്ട്സൈഡ് ദിസ് ഇന്റർവെൽ ദാറ്റ് ഇസ് ഡൈവേർജസ്. ഓക്കെ. സോ അതിനെയാണ് നമ്മൾ ഇന്റർവെൽ ഓഫ് കൺവേർജൻസ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ഇന്റർവെൽ ഓഫ് കൺവേർജൻസ് ഡിഫൈൻ ചെയ്യുന്നുണ്ട് ഇവിടെ. Determines the interval of convergence means minus r less than r less than capital R. Okay, such that inside this interval the series converges and outside this interval it diverges. Right? A power series may or may not converge at either n point of its interval of convergence. അതായത് പവർ സീരീസ് കൺവേർജന്റ് ആവുന്നത്
ഈ സീരീസിൽ എക്സ് ഈക്വൽ ടു പ്ലസ് ഓ മൈനസ് ആറിലും കൂടി നമ്മൾക്ക് അറിയാനുണ്ട്. അവിടെ നമ്മൾ മാനുവലി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മാത്രമേ നമ്മൾക്ക് ആ പോയിന്റിൽ കൺവേർജൻസിനെ പറ്റി പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ബാക്കിയുള്ളത് ഈ ഓപ്പൺ ഇന്റർവെല്ലിൽ മാത്രമേ നമ്മൾക്ക് റേഡിയസ് ഓഫ് കൺവേർജൻസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പറയാൻ പറ്റുള്ളൂ. ഫസ്റ്റ് എടുത്തു കഴിഞ്ഞ സീരീസിൽ നോക്കുകയാണെങ്കിൽ ആർ ഈക്വൽ ടു എന്താ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇതാണ്. നമ്മൾ റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്ത് തന്നെ നേരെ റിവേഴ്സ് ആണ്. ഓക്കെ, ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ മതി, ഇതിന്റെ 1/, എടുത്തു കഴിഞ്ഞാൽ മതി. അപ്പൊ 1/∞ ഫോർ എക്സ് നോട്ട് ഈക്വൽ ടു 0 ദാറ്റ് ഇസ് ഈക്വൽ ടു 0 വന്നു. ഓക്കെ, സോ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ത് വന്നു? 0 വന്നു. ദാറ്റ് മീൻസ് ഇറ്റ് ഡൈവേർജസ് ഫോർ ഓൾ എക്സ് നോട്ട് ഈക്വൽ ടു 0. ഇനി ഈ കേസിലാണെങ്കിൽ സെക്കൻഡ് കേസിലാണെങ്കിൽ ആർ ഈക്വൽ ടു എന്ത് വന്നു? ആർ ഈക്വൽ ടു 1/0 വന്നു. ഇറ്റ്സ് ഇൻഫിനിറ്റി. ദാറ്റ് മീൻസ് ഇറ്റ് കൺവേർജസ് ഫോർ ഓൾ എക്സ്. സപ്പോസ് ദാറ്റ് ദിസ് series ഏതാ? summation an x raised to n power series converges for all x mod less than r with r greater than 0 and denote its sum by f of x. f of x ആയിട്ട് അതിനെ സം ചെയ്തെടുക്കുക. Okay, suppose that the series converges. Series means summation an x raised to n equal to 0 to infinity converges, and its sum is denoted by f of x. Then f of x can be written as a summation n equal to 0 to infinity an x raised to n. അതായത് a0 plus a1x plus a2x square plus etc. ഈ രീതിയിൽ നമ്മൾക്ക് ഇതിനെ എഴുതാൻ പറ്റും. ഇനി ഈ സീരീസ് ഇതെന്ന് പറയുന്ന ഒരു എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര സീരീസ് ടേംസ് ആണ്. എക്സിന്റെ ടേംസിലാണ് ഉള്ളത് എല്ലാം. അപ്പോൾ ഈ സീരീസ് എന്ത് വന്നു കഴിഞ്ഞാലും ഇത് കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ഫംഗ്ഷൻ അത് കൺവേർജ് ചെയ്യുമ്പോൾ എന്തായി കഴിഞ്ഞാലും ആ ഫംഗ്ഷനും അതിന്റെ ലിമിറ്റും എന്ത് തന്നെയായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. അതുകൊണ്ട് എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആവും. ഇനി ഈ റൈറ്റ് സൈഡിലുള്ള സീരീസ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യും. ഇതിന്റെ ഏതിലാണോ കൺവേർജ് ചെയ്യുന്നത് ഇതിന്റെ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യും. സോ എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും. ഇതിനൊരു പ്രോപ്പർട്ടി ഉണ്ട്, എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസും ആയിരിക്കും. അതായത് അതിന്റെ സം ആയിട്ടുള്ള എഫ് ഓഫ് വാല്യൂസ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സിന്റെ പ്രോപ്പർട്ടി എന്താണ്? കണ്ടിന്യൂസ് ആയിരിക്കും. ഇറ്റ് ഹാസ് ഓൾ ഡെറിവേറ്റീവ്സ് ഓഫ് ഓൾ ഓർഡേഴ്സ് ഫോർ mod x less than r. Okay, so നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും? The series can be differentiated term by term as follows. That is f dash x is equal to എന്താണ്? നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 0 a1 plus 2a2x plus 3a3x square plus etc. ഇൻ ജനറൽ ഇതിനെ എന്ത് വിളിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ n equal to 1 to infinity ആണ് ഇവിടെ വരെ. കാരണം ഇവിടെ a1 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ n an x raised to n minus 1. ഇനി ഈ എഫ് ഡാഷ് എക്സിന്റെ എന്ത് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഡെറിവേറ്റീവ് ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എഫ് ഡാഷ് എക്സിനെ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ആ സമയത്ത് എഫ് ഡബിൾ ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും? ഇത് 0 വരും. 2a2 plus 6a3 into x plus etc. ഇതിനെ സീരീസിൽ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ n equal to 2 to infinity n into n minus 1 into an x raised to n minus 2 എന്നുള്ള രീതിയിലാണ് എഴുതുന്നത്. ഓക്കെ, ഇനി ഇവിടെ x equal to 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. x equal to 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഓഫ് 0 എന്താണ്? ഫസ്റ്റത്തേതിൽ ഇതിൽ എഫ് ഓഫ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ്സ് ഈക്വൽ ടു a0 ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് കേസിൽ ഇവിടെ x equal to 0 കൊടുത്തു കഴിഞ്ഞാൽ എഫ് ഡാഷ് 0 is equal to a1 എന്ന് കിട്ടും. റൈറ്റ്, ഇനി സെക്കൻഡിൽ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എഫ് ഡബിൾ ഡാഷ് 0 is equal to 2a2 കിട്ടും. അതായത് a2 is equal to എഫ് ഡബിൾ ഡാഷ് 0 by 2. ഇനി തേർഡ് വണ്ണിൽ കൊടുക്കുകയാണെങ്കിൽ എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് 0 is equal to 6a3 എന്ന് കിട്ടും. That implies a3 is equal to f3 of 0 by 3 factorial. In general, this an is equal to fn of 0 divided by n factorial എന്ന് കിട്ടും. Also note that summation n equal to 0 to infinity an x raised to n can be integrated term wise provided limits of integration എന്താവണം? lies inside the interval of convergence. ഇതിന്റെ interval of convergence ഇതിന്റെ limits of integration
കിടക്കുകയാണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പവർ സീരീസിനെ ടേം വൈസ് ഇന്റഗ്രേറ്റ് ചെയ്യാനും പറ്റും. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് വേറൊരു പവർ സീരീസ് എടുക്കുകയാണ്. സെയിം ഇന്റർവൽ ഓഫ് കൺവേർജൻസ് കിടക്കുന്ന വേറൊരു power series choose cheyana. Second power series in next that converges to the function g of x for mod x less than r. Let it be written as g of x is equal to summation n equal to 0 to infinity bn x raised to n is equal to b naught plus b1 x plus b2 x square plus etc. Right? Any same interval of convergence ആയതുകൊണ്ട് നമ്മൾക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? രണ്ടിനെയും കൂടി ആഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാൻ പറ്റും. രണ്ടും കൂടി ഒരുമിച്ച് ഇവിടെ എഴുതുവാണ് f of x plus or minus g of x is equal to summation n equal to 0 to infinity an plus or minus bn into x raised to n. That's equal to a naught plus or minus b naught plus a1 plus or minus b1 x plus etc. Also this can be multiplied as if they were polynomials in the sense that f of x into g of x can be written as എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കാനുള്ളത്. a naught എന്തായിരുന്നു? a naught is equal to suppose f of x is equal to എന്തായിരുന്നു? a naught plus a1 x plus a2 x square plus etc. g of x ഇതാണെന്ന് വിചാരിക്കുക. g of x is equal to b naught plus b1 x plus b2 x square plus etc. ഇനി f of x into g of x ചെയ്യുകയാണെങ്കിൽ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ a naught plus a1 x plus a2 x square plus etc. into b naught plus b1 x plus b2 x square plus etc. a naught ഉം b naught ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. a naught into b naught ഇതായിരിക്കും കോൺസ്റ്റന്റ് ടേം. ഇനി x ന്റെ കോഎഫിഷ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് b naught into a1 എടുക്കുക, a naught into b1 എടുക്കുക. അപ്പോൾ a naught b1 plus a1 b naught into x plus a2 ന്റെ ആണെങ്കിൽ എന്തായിരിക്കും ചെയ്യുക? a naught into ഇവിടെയാണ് കാണിക്കുന്നത് a naught b2 പിന്നെ b naught a2 പിന്നെ ഏതൊക്കെയുണ്ട്? a1 into b1 ഉണ്ട്. a naught b2 x square ആയിരിക്കും പ്ലസ് a1 ആണെങ്കിൽ a1 into b1 plus a2 into b naught into x square plus etc. plus etc. plus last term എന്ത് വരും? last term അല്ല nth term. So a naught into bn plus a1 into bn minus 1 plus etc. plus an into b naught into x raised to n plus etc. Right? In general, ഇതിനെ substitute ചെയ്യുന്നത് substitute cn is equal to a naught into bn plus a1 into bn minus 1 plus etc. plus an into b naught ആയിട്ട് substitute ചെയ്യുക. So f of x is into g of x can be written as the summation cn into n equal to 0 to infinity cn into x raised to n. Okay, ഈ രീതിയിലാണ് അത് കിടക്കുന്നത്. c0 is equal to cn is equal to a naught into bn plus etc. plus an into b naught. Right? If it happens that both series converges to same function, so that f of x is equal to g of x for mod x less than r, then for this is the 9th one. This is the an is equal to fn of 0 by n factorial. Implies that they must have same coefficients. a naught is equal to b naught ആയിരിക്കും, a1 equal to b1 ആയിരിക്കും, etc. ആയിരിക്കും. അതായത് സെയിം ഇന്റർവെൽ കൺവേർജ് ചെയ്യുവാണെങ്കിൽ f of x ഉം g of x ഉം സെയിം ആയിരിക്കും. രണ്ട് സീരീസും എന്താണ്?
രണ്ടും സെയിം ഫംഗ്ഷനിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എടുത്ത എഫ് ഓഫ് എക്സും രണ്ടാമത്തെ ജി ഓഫ് എക്സും സെയിം ആയിരിക്കും ഏതിൽ ദ ഇന്റർവൽ ഓഫ് കൺവേർജൻസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത് let f of x be continuous function and that has derivatives of all orders for mod x less than r with r greater than 0. നമ്മൾ ഇതുവരെ കണ്ടത് നമ്മൾ ഒരു സീരീസ് എടുത്തു, ആ സീരീസിന്റെ ഇന്റർവൽ ഓഫ് കൺവേർജൻസ് എടുത്തു, അതിന്റെ സമ്മ് ഫൈൻഡ് ഔട്ട് ചെയ്തു, സമ്മിനെ എന്തായിട്ട് ഡിനോട്ട് ചെയ്യുന്നു, എഫ് ഓഫ് എക്സ് ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നു, ആ എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നു. ഓക്കെ, പിന്നെ നമ്മൾ ഇവിടെ ചൂസ് ചെയ്യുന്നത് ഒരു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നേരെ തിരിച്ചെടുക്കുവാണ്, എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എടുക്കുവാണ് ആൻഡ് ദാറ്റ് ഹാസ് ഡെറിവേറ്റീവ്സ് ഓഫ് ഓൾ ഓർഡേഴ്സ് ഫോർ മോഡ് എക്സ് ലെസ് ദാൻ ആറിൽ എക്സിസ്റ്റ് ചെയ്യാണ്, ആർ ഗ്രേറ്റർ ദാൻ 0 ആണ്. റൈറ്റ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സിനെ എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമോ, പവർ സീരീസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. റൈറ്റ്, ഇതുവരെ മുന്നേ എടുത്തത് എന്തായിരുന്നു, ഒരു പവർ സീരീസ് എടുത്തു, പവർ സീരീസിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഫൈൻഡ് ഔട്ട് ചെയ്തു, ആ ഇന്റർവൽ ഓഫ് കൺവേർജൻസിൽ ഡിഫൈൻ ചെയ്യുന്നതിന്റെ ആ സീരീസിന്റെ സമ്മ് ഫൈൻഡ് ഔട്ട് ചെയ്തു, സമ്മിനെ എഫ് ഓഫ് എക്സ് ആയിട്ട് ഡിനോട്ട് ചെയ്തു, അതിൻ്റെ ഉള്ള പ്രോപ്പർട്ടീസ് ഫൈൻഡ് ഔട്ട് ചെയ്തു. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് കണ്ടിന്യൂസ് ആൻഡ് ഹാസ് ഡെറിവേറ്റീവ്സ് ഓഫ് ഓൾ ഓർഡേഴ്സ് എക്സിസ്റ്റ് ഇൻ ദ ഇന്റർവൽ മോഡ് എക്സ് ലെസ് ദാൻ ആർ ആണ്. റൈറ്റ്, ഇനി ഇത് നേരെ തിരിച്ച് എഫ് ഓഫ് എക്സ് എടുത്തു, കണ്ടിന്യൂസ് ഫംഗ്ഷനുമാണ്, ഡെറിവേറ്റീവ്സ് ഓഫ് ഓൾ ഓർഡേഴ്സ് എക്സിസ്റ്റ് ഇൻ ദാറ്റ് ഇന്റർവൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ എഫ് ഓഫ് എക്സിനെ നമ്മൾക്ക് പവർ സീരീസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. റൈറ്റ്, ഇനി ഇതിനെ നമ്മൾക്ക് എഫ് ഓഫ് എക്സിന് സമ്മേഷൻ n equal to 0 to infinity fn of 0 by n factorial x raised to n എന്ന് എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. That is f of 0 plus f dash 0 into x plus f double dash 0 by 2 factorial into x square plus etc. എന്നുള്ള രീതിയിൽ അതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അതിൽ an യൂസ് ചെയ്തിരിക്കുന്നത് a-ന്റെ സ്ഥാനത്ത് എന്താണ്, ഇവിടെ നമ്മുടെ a-ന്റെ ഡെഫിനിഷൻ ആണ് fn of 0 by n factorial ഇട്ടിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു f of x തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിൽ ഇതിന് എക്സ്പ്രഷൻ വാലിഡ് ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, that is this is often true but unfortunately it is sometimes false. Okay, എല്ലാ സമയവും ഇത് ശരിയാവണം നിർബന്ധമില്ല. Okay, one way of investigating the validity of this expansion for a specific point x in the interval is to use the Taylor's formula. Okay, Taylor's formula വെച്ചിട്ട് evaluate ചെയ്ത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മൾക്ക് കൃത്യമായിട്ട് അത് ഇങ്ങനെ ഒരു സീരീസ് എക്സ്പാൻഷൻ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റും. Okay, so apply the Taylor's formula. F of x എന്തായിട്ടാണ് represent ചെയ്യാൻ പറ്റും normally, f of x equal to summation k equal to 0 to n fk of 0 by k factorial into x raised to k plus rn of x, where the remainder rn x is defined as rn x is equal to fn plus 1 of x bar by n plus 1 factorial into x raised to n plus 1 for some point x bar is in between 0 and x. Okay, നമ്മൾക്ക് ഇത് കിട്ടണമെങ്കിൽ ഇത് വെരിഫൈ ചെയ്യണമെങ്കിൽ ഇത് ഇങ്ങനെ ഒരു എക്സ്പാൻഷൻ വാലിഡ് ആവണമെങ്കിൽ നമ്മൾക്ക് മസ്റ്റ് ആയിട്ട് കിട്ടേണ്ടത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ rn of x, ഈ rn of x എന്തായിരിക്കണം, must be equal to 0. rn of x must be equal to 0 ആയിരിക്കണം as n tends to infinity. Right, ഇനി ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ എക്സ്പാൻഷൻ, ഫെമിലിയർ ആയിട്ടുള്ള ഈ എക്സ്പാൻഷൻ e raised to x sin x cos x ന്റെ ഒക്കെ ഈ പവർ സീരീസ് നമ്മൾ ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ്, sin x ഉം cos x ഉം ഇത് എക്സ്പോണൻഷ്യൽ ആണ്. അപ്പോൾ ഇത് ഈ സീരീസ് കൺവേർജസ് ടു e പവർ x എന്നും ഈ സീരീസ് കൺവേർജസ് ടു sin x എന്നും ഇത് കൺവേർജസ് ടു cos x എന്നും പറയുന്നത് ഇപ്പോൾ പറഞ്ഞ ടേലേഴ്സ് എക്സ്പാൻഷന്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ പറയുന്നത്. Okay, if a specific convergent power series is given to us, how can we recognize the function that is its sum? നമ്മൾക്ക് ഇങ്ങനെ ഒരു പവർ സീരീസ് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിനെ ഏത് ഫംഗ്ഷനാണ് അതിന്റെ സം എന്ന് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. പവർ സീരീസ് തന്നു, അതിന് കൺവേർജൻസ് ഫൈൻഡ് ഔട്ട് ചെയ്തു, ആ കൺവേർജൻസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് ഇന്റർവൽ ഓഫ് കൺവേർജൻസ് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി അത് ഈക്വൽ ടു അതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഏത് ഫംഗ്ഷൻ ആണ് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റൂ. ഇൻ ജനറൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡു ദിസ്. For very few power series have sums that are familiar elementary functions.
വളരെ കുറച്ച് പവർ സീരീസിന് മാത്രമേ ഇങ്ങനെ ഒരു രീതിയിൽ എഴുതാൻ സമ്മായിട്ട് ഒരു ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾക്ക് സാധിക്കുകയുള്ളൂ. അല്ലാത്തതിന് നമ്മൾക്ക് ഇമ്പോസിബിൾ ആണ്. Okay. Next is a function f of x with the property that a power series expansion of the form summation an x minus x naught whole power n equal to 0 to infinity is valid in some neighborhood of the point x naught is said to be analytic at x naught. Next definition ആണ്. What do you mean by f of x is a power series f of x is said to be analytic at a point x naught. എപ്പോഴാണ് പവർ സീരീസ് എഫ് ഓഫ് എക്സ് അനലിറ്റിക് അറ്റ് എ പോയിന്റ് എക്സ് നോട്ട് എന്ന് പറയാന്നുള്ളതാണ് നെക്സ്റ്റ് പ്രൊസീജിയർ. നെക്സ്റ്റ് ഒരു ഡെഫിനിഷൻ ആണ് അനലിറ്റിക് അറ്റ് എ പോയിന്റ്. സപ്പോസ് എഫ് ഓഫ് എക്സ് has the property that power series expansion f of x is equal to n equal to 0 to infinity an into x minus x naught whole power n. Equation 1 ആയിട്ട് represent ചെയ്യുന്നു. This expansion is valid in some neighborhood of the point x naught. In some neighborhood of the point x naught. Then f of x is analytic at x naught. Then f of x is said to be analytic at the point x naught. Okay. എന്താവണം ഈ എക്സ്പാൻഷൻ വാലിഡ് ആവുന്നത് എവിടെയായിരിക്കണം? എക്സ് നോട്ടിന്റെ നൈബർഹുഡിലൊക്കെ വാലിഡ് ആണെങ്കിൽ മാത്രമേ നമ്മൾക്ക് എഫ് ഓഫ് എക്സ് ഇസ് അനലിറ്റിക് അറ്റ് ദ പോയിന്റ് എക്സ് നോട്ട് എന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പോയിന്റിലെ അനലിറ്റിസിറ്റി എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത് ഈ എക്സ്പാൻഷൻ വാലിഡ് ആവുന്നത് എവിടെ വേണം? അതിന്റെ നൈബർഹുഡിലൊക്കെ വാലിഡ് ആണെങ്കിൽ മാത്രമേ ആ പോയിന്റിൽ അനലിറ്റിക് എന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. And also this an is defined as fn of 0 by n factorial ആയിരിക്കും. Okay. So this equation 1 is a Taylor series of f of x at x equal to 0. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സിന്റെ ഈ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ടൈലർ സീരീസ് ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് ആയിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. Okay, so most of questions about analyticity can be answered by means of the following facts. ഇതിൽ കുറച്ചെണ്ണമൊക്കെ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും, ചിലതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുമാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം മാത്രമേ ഇത് പ്രൂവ് ചെയ്യാൻ പറ്റൂ. ഫസ്റ്റ് വൺ is main important points are polynomials and the functions e raised to x, sin x, cos x are analytic at all points. ഇതിലെല്ലാം അനലിറ്റിക് ആണ്. ഓക്കെ, അതായത് അതിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് എപ്പോഴും എന്തായിരിക്കും? അതിൻ്റെ ഇൻഫിനിറ്റി ആയിരിക്കും എന്ന് കൂടി ഓർത്ത് നോക്കുക. ഇനി if f of x and g of x are analytic at the point x naught, then f of x plus g of x, f of x into g of x, f of x divided by g of x are also analytic at x naught, provided that g of x naught not equal to 0 ആയിരിക്കണം. കാരണം f of x by g of x exist ചെയ്യാൻ വേണ്ടിയിട്ട്. Third one, if f of x is analytic at x naught and f inverse x is a continuous inverse, then f inverse x is analytic at f of x naught if f dash x naught not equal to 0. f dash x naught not equal to 0 ആണെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷനും എന്തായിരിക്കും? കണ്ടിന്യൂസ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും. അത് അനലിറ്റിക് അറ്റ് എഫ് ഓഫ് എക്സ് നോട്ട് ആയിരിക്കും. ഇനി if g of x is analytic at x naught and f of x is analytic at g of x naught, then f of g of x is analytic at x naught. The sum of a power series is analytic at all points inside the interval of convergence. The sum of the power series is analytic at all points inside the interval of convergence. Some of these statements are quite easy to prove by elementary methods, but others are not. Generally speaking, the behavior of analytic functions can be fully understood only in the broad context of the theory of functions of a complex variable. Okay, thank you.